ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? എന്തായാലും നമ്മുടെ പരീക്ഷയായി അല്ലേ? അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയായിരിക്കും, നിങ്ങൾക്ക് ഉറപ്പാണ്. അത് പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച തന്നെയാണ്. ഇന്ന് നമ്മൾ കേരള പാഠാവലിയിലെ പാർട്ട് 2 പുസ്തകം ഉണ്ടല്ലോ, അതിലെ അവസാനത്തെ 2 യൂണിറ്റേ ഉള്ളൂ അത് അല്ലേ? പാർട്ട് 2 പുസ്തകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ആ യൂണിറ്റിൽ എന്തെല്ലാം പാഠമുണ്ട്, ആ പാഠങ്ങളുടെ പ്രത്യേകത എന്താണ്, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാം റെഡി അല്ലേ? ഒത്തിരി ഇനിയും നമ്മൾ പരീക്ഷ അടുപ്പിച്ച് വേറൊരു മാരത്തോൺ വരാനുണ്ട്. എല്ലാവർക്കും ടെൻഷൻ ഫ്രീ എക്സാമിനേഷൻ, അതാണ് എക്സാം വിന്നർ നിങ്ങൾക്ക് ഇപ്രാവശ്യം എന്നല്ലേ, പ്രാവശ്യം അല്ലേ? എല്ലാ കാലത്തും എക്സാം വിന്നർ അങ്ങനെയാണ്. നിങ്ങൾക്ക് യാതൊരുവിധ മാനസിക സമ്മർദ്ദവും ഇല്ലാതെ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കുക അല്ലേ? അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, യൂണിറ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 2 പുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾക്കറിയാമല്ലോ, പാരിൻ്റെ നന്മയ്ക്കത്രേ അല്ലേ? പാരിൻ്റെ നന്മയ്ക്കത്രേ, അതാണ് ആ യൂണിറ്റിന്റെ പേര്. പാരിന്റെ നന്മയ്ക്കത്ര, എന്താ പാര്? ഭൂമിയാണ് അല്ലെ? അപ്പൊ പാരിന്റെ നന്മയ്ക്ക് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാമാണ് ഈ യൂണിറ്റ് നമ്മോട് പറയുന്നത്? ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ നന്മയായി മാറുന്ന എന്തെല്ലാമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? ആ യൂണിറ്റിന്റെ തുടക്ക ഭാഗത്ത് നമുക്ക് ഗാന്ധിജിയുടെ ഒരു സൂക്തം നമ്മൾ കണ്ടിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു മാന്ത്രിക സൂക്തം തരാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും അഹങ്കാരികളാവുകയോ സംശയത്തിന് പിടിയിൽ അമരുകയോ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന സന്ദേശം അല്ലെങ്കിൽ ആ മാന്ത്രിക സൂക്തം ഒന്ന് ഓർത്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നു ആ മാന്ത്രിക സൂക്തം? നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി സ്വാർത്ഥതയിൽ അധിഷ്ഠിതമല്ലെങ്കിൽ, അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാൾക്ക് നന്മയായി വരുന്നുവെങ്കിൽ ആ നിമിഷം നമ്മുടെ ഉള്ളിലെ സംശയവും അഹങ്കാരവും ഇല്ലാതെയാകുന്ന, ഇദ്ദേഹം ഇവിടെ പറഞ്ഞ മറ്റൊന്നുകൂടെ ഉണ്ട്. മറ്റൊരാളുടെ നന്മ മാത്രമല്ല, അദ്ദേഹത്തിന് ആത്മീയവും ഭൗതികവുമായ എന്തെങ്കിലും ഗുണം നൽകുന്നുണ്ടോന്നാ അല്ലേ? എല്ലാ അർത്ഥത്തിലും പറഞ്ഞാൽ അദ്ദേഹത്തിന്, ഒരാൾക്ക് അവൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ നിങ്ങളുടെ പ്രവൃത്തി വരുന്നുവെങ്കിൽ ഒരിക്കലും പിന്നെ ആ പ്രവൃത്തിയെ കുറിച്ച് ഓർത്ത് നമ്മൾ സംശയാലുക്കളോ അഹങ്കാരികളോ ആവില്ല. അതാണ് ആ മാന്ത്രിക സൂക്തം. അപ്പൊ ആ മാന്ത്രിക സൂക്തം എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ പ്രാപ്തമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നന്മയുടെ പക്ഷം നിൽക്കുന്നവരാകും, അല്ലെങ്കിൽ ഭൂമിയുടെ നന്മ പ്രതീക്ഷിക്കുന്നവരാകും. അത് തന്നെയാണ് ആ യൂണിറ്റിന്റെ ശീർഷകവും ആ ഗാന്ധി സൂക്തവും തമ്മിലുള്ള ബന്ധം. ക്ലിയർ ആണോ? ഇനി നമുക്കറിയാം, അതിലുള്ള ഒരു പാഠത്തിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ? കാളകളാണ്. കാളകളെ കുറിച്ചൊരു ഒരു പൊതുധാരണ നമുക്കുണ്ടാക്കാം. എന്താണ്? വണ്ടിക്കാളയും വണ്ടിക്കാരനും, ഇവിടെ 2 പേരെയാണ് നമ്മൾ കാണുന്നത് അല്ലെ? തോളത്തു ഘനം തൂങ്ങും വണ്ടി തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടിട്ടറ്റത്തു വണ്ടിക്കയിൽ ഇരിപ്പൂ കൂനിക്കൂടി, അങ്ങനെയാ പറയുന്നത് അല്ലേ? അപ്പോൾ കാളവണ്ടി, ഭാരം വഹിക്കുന്ന കാളവണ്ടി ആ മുതുകിൽ, അതിന്റെ മുതുകിലാണ്, ആ മുതുകിൽ വെച്ച് കെട്ടിയ ആ മുഖം പേറിക്കൊണ്ട്, ഘനം തൂങ്ങും തണ്ടും പേറിക്കൊണ്ട് 2 കാളകൾ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുമ്പോൾ അതിന്റെ അറ്റത്ത് ഒരു വണ്ടിക്കാരനുണ്ട്. ആ വണ്ടിക്കാരനും എന്ത് ചെയ്യുന്നുണ്ട്? ഭാരം വഹിക്കുന്നുണ്ട്. ആ വണ്ടിക്കാരൻ വഹിക്കുന്ന ഭാരം ഏതാണ്? ജീവിത ഭാരമാണ്. ഇങ്ങനെ കാളയെയും അതുപോലെ വണ്ടിക്കാളയെയും വണ്ടിക്കാരനെയും തമ്മിൽ താരതമ്യം ചെയ്തു പോകുന്ന ഒരു പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതാ? കാളകൾ എന്ന കവിത അല്ലെ? കാളകൾ എന്ന കവിത പരീക്ഷയുടെ മർമ്മം പാഠങ്ങളിൽ ഒന്നാണ്. ഇതിൽ നിന്നും വണ്ടിക്കാരന്റെ കഥാപാത്രം മുതൽ എല്ലാം ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മക്കൾ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ഏതാ?
കാളകൾ എന്ന് പറയുന്നത്. അതിനുശേഷം വണ്ടിക്കാരൻ എന്തെല്ലാം വണ്ടിക്കാളയും വണ്ടിക്കാരനും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്താ പറയാ, കാളയുടെ കാലും തേഞ്ഞിട്ടുണ്ട്, വണ്ടിക്കാരന്റെ കാലും തേഞ്ഞിട്ടുണ്ട്. കാളയുടെ മുതുകിൽ മുറിവുണ്ട്, വണ്ടിക്കാരന്റെ ഹൃദയത്തിനകത്ത് മുറിവുണ്ട്, അല്ലേ? അതുപോലെ തന്നെ കഠിനമായ വഴികളിലൂടെ നടന്നു നീങ്ങിയും ജീവിതത്തിന്റെ വർദ്ധിച്ച ഭാരം സഹിക്കവയ്യാതെയൊക്കെ വണ്ടിക്കാരനും വണ്ടിക്കാളയെ പോലെ തന്നെ ദയനീയനാണ് എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നു. ഇനി പിന്നീട് വണ്ടിക്കാരൻ ജനിച്ച കാലത്തെ കുറിച്ച് പറയുന്നു. പട്ടിണിക്കുടിലിൽ ജനിച്ച, ലക്ഷ്യം പോലും അറിയാതെ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരു നിമിഷം പോലും, ക്ഷണം പോലും എവിടെയും വിശ്രമിക്കാതെ ആ വണ്ടിക്കാരൻ ജീവിതമാകുന്ന വണ്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ കണ്ടു. അതിനുശേഷം വണ്ടിക്കാരനെ നമുക്ക് എവിടെയെല്ലാം കാണുമെന്നുള്ളതാണ് ആദ്യം പറയുന്നത്, അല്ലേ? എവിടെയായിരുന്നോ? നിങ്ങൾ പറയൂ, എവിടെയായിരുന്നോ? ആദ്യം കണ്ടത് എവിടെയാണ്? പുലർച്ചെ വെള്ളമെടുക്കാനായി കന്യകമാർ താമരക്കുളം തേടി പോകുന്ന സമയത്ത്, കുടവുമായി വെള്ളമെടുക്കാൻ പുലർച്ചെ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടിക്കാരനെ കാണാം. അതോടൊപ്പം തന്നെ ഒരു 9 മണി സമയത്ത് പുഞ്ചയ്ക്ക് വെള്ളം തേവാനായിട്ട് കർഷകർ, അല്ലെ, പുഞ്ചയ്ക്ക് വെള്ളം തേവുന്നതാ, ഹലോ, പുഞ്ചയ്ക്ക് വെള്ളം തേവുന്ന കർഷകർ നെഞ്ചുപൊട്ടി പാടുമ്പോൾ നമുക്ക് വണ്ടിക്കാരനെ കാണാന്ന് പറഞ്ഞു. എന്താ നെഞ്ചുപൊട്ടിയ സംഗീതം? കർഷകന്റെ അധ്വാനത്തിന്റെ വേദനയുടെ സംഗീതമാണ് നാടൻ പാട്ടൊക്കെ, അല്ലേ? നിങ്ങൾ നാടൻ പാട്ടുകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. കൃഷിയും അധ്വാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ നെഞ്ചു കീറുന്ന പാട്ടുകളാ. പുന്നാരൻ പാടത്തിത്തിരി ഇക്കുറി ഞാറും നടിയിലും നടക്കുമ്പോൾ കാര്യങ്ങൾ ചൊല്ലിയിലെ 100 കൂട്ടം കാര്യങ്ങള്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ പാട്ടാ? അപ്പം എന്തുകൊണ്ടായിരിക്കാം കർഷകൻ പാട്ട് പാടുന്നത്? അവന്റെ അധ്വാനം മറക്കാനായിട്ട്, അവന്റെ വേദന മറക്കാൻ വേണ്ടിയാണ് അവൻ നെഞ്ചുപൊട്ടിപ്പാടുന്നത്. അങ്ങനെ നെഞ്ചുപൊട്ടിപ്പാടുന്ന സമയത്ത് നമുക്ക് ആരെ കാണാം? വണ്ടിക്കാരനെ കാണാം. പിന്നീട് ഉച്ചയ്ക്ക് വഴിയാത്രക്കാർ വിശ്രമിക്കുമ്പോൾ, വഴിയാത്രക്കാർ ആൽമരച്ചോട്ടിൽ ക്ഷീണിതരായി കിടന്നുറങ്ങുമ്പോഴും കാണാം. വൈകുന്നേരം കാഞ്ഞിര മരത്തിലെ കട്ടിയുള്ള വള്ളികളിൽ തത്തകൾ ചിലയ്ക്കുമ്പോഴും നമുക്ക് വണ്ടിക്കാരനെ കാണാം. പിന്നെ എവിടെയാ? സന്ധ്യാസമയത്ത് വെളിച്ചമകലാൻ വേണ്ടി മൂങ്ങകൾ ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ, അല്ലെ? എന്താ ദുർമന്ത്രവാദവും മൂങ്ങയും തമ്മിലുള്ള ബന്ധം? നമ്മളൊക്കെ ഇപ്പോഴും എത്രയൊക്കെ പുരോഗമനത്തിന്റെ വഴികളിലൂടെയും ഒക്കെ പോയാലും മൂങ്ങയുടെ മൂളലും ദുർമന്ത്രവാദവും തമ്മിലൊരു ബന്ധമുണ്ടോ? അല്ലേ? മൂങ്ങ മൂളിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ട എതിർ ദിശയിൽ മരണം സംഭവിക്കുമെന്നൊക്കെയുള്ള മിത്തുകൾ ഇന്നുമുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ വെളിച്ചമകലാൻ വേണ്ടി മൂങ്ങകൾ മൂളുന്നതിനെ അവ ദുർമന്ത്രവാദം ചെയ്യുകയാണ് എന്ന് പറയുന്നു സന്ധ്യാസമയത്ത്. ഇനി അർദ്ധരാത്രിയുടെ ഗുഹകളിൽ തെണ്ടിപ്പട്ടികൾ ഓലിയിടുന്ന സമയത്ത് അവിടെയും വണ്ടിക്കാരനെ കാണാം. വണ്ടിക്കാരൻ അധികം ഒന്നും സംസാരിക്കാറില്ല. പിന്നെയോ വണ്ടിക്കാരൻ സംസാരിക്കാറില്ല. വണ്ടി ചക്രത്തിന്റെ ഒരു ഞെരുക്കം മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. വളരെ അപൂർവമായി അദ്ദേഹം ഒരു പാട്ട് പാടാറുണ്ട്. എന്താ, ചാട്ടവാർ ഇങ്ങനെ കാളയെ തല്ലുന്ന സമയത്ത് ഒരു പാട്ട് പാടാറുണ്ട്. എന്താണ് ആ പാട്ട്? നാടകമേ ഉലകം നാളെ നടപ്പത് യാരറിവാർ, ഈ ജീവിതം നാടകമേ ഉലകം, അല്ലെ? ഈ ലോകം തന്നെ നാടകമാണെന്നും നാളെ നടക്കുന്നത് എന്താണെന്ന് പറയാൻ കഴിയാത്ത നാടകമാണെന്നുമുള്ള ഒരു തമിഴ് നാടോടി നാടകത്തിലെ ഒരു പാട്ട് ആ വണ്ടിക്കാരനെ ഇടയ്ക്ക് പാടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഗ്രാമവീതിയിൽ കവി നെഞ്ച് നടുങ്ങുന്ന ഒരു കാഴ്ച കാണുന്നത്. എന്തായിരുന്നു ആ കാഴ്ച? വണ്ടിക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു. ആ വണ്ടിക്കാരന്റെ ജീവനില്ലാത്ത അല്ലെങ്കിൽ ജീവസറ്റ ആ ശരീരവും പേറിക്കൊണ്ട് 4 കാളകൾ ഒരു മരക്കട്ടിലും വഹിച്ചു കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് 4 കാളകൾ? വണ്ടിക്കാരനെ പോലെ തന്നെ വണ്ടിക്കാളയ്ക്ക് സമം ജീവിക്കുന്ന 4 ചെറുപ്പക്കാർ. അവരാ ശവമഞ്ചവുമായിട്ട് പോകുന്നു. പഴംതുണിക്കുള്ളിൽ മൂടിയിട്ടിരിക്കുന്നു ആ പഴയ വണ്ടിക്കാരനെ. അവിടെ ദുഃഖത്തിന്റെ വലിയ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ആകാശത്ത് ദുഃഖത്തിന്റെ കാർമേഘങ്ങളോ നമ്മൾ കണ്ടില്ല. ദരിദ്രൻ മരിക്കുന്നത് ആശ്വാസമായി കാണുന്ന ലോകമാണ്.
അല്ലേ? അങ്ങനെ ആ 4 പേർ ആ ശവവുമായി മുന്നേറുന്നു. അതാണ് കാളകൾ എന്ന കവിതയുടെ രത്ന ചുരുക്കം, അല്ലേ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്? സാക്ഷിയാണ്. CV ശ്രീരാമന്റെ സാക്ഷി എന്നൊരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു പാഠമാണ്. ഏതാണ് ആ കഥാപാത്രം? ഏതായിരിക്കാം ആ കഥാപാത്രം? ഉമ, അല്ലേ? ഇതിലെ പ്രധാന സ്ത്രീ കഥാപാത്രമായ ഉമ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ലോക വനിതാ ദിനം ആചരിച്ചു, അല്ലേ? നമ്മുടെയൊക്കെ സഹോദരിമാര് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട ഒരു ദിനമായി ആഘോഷിക്കുമ്പോഴും എത്രയോ ജനം, ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങൾ പുരുഷ മേധാവിത്വത്തിന് അടിയിൽപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അടിമപ്പെട്ടുകൊണ്ട് ജീവിത ദുരിതം പേറുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സ്ത്രീ ആണ് നമ്മുടെ സാക്ഷി എന്ന് പറയുന്ന കഥയിലെ ഉമ എന്ന് പറയുന്ന കഥാപാത്രം. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ സാക്ഷി? അക്ഷിയുള്ളവനാരോ അവനാ സാക്ഷി. നല്ല കണ്ണുള്ളവനാ, അല്ലേ? നല്ല കണ്ണുള്ളവനെ നമ്മൾ സാക്ഷി എന്ന് വിളിക്കുക. അത് നേരിട്ട് കാണുന്ന കണ്ണുള്ളവനെ നമ്മൾ ദൃക്സാക്ഷി എന്ന് വിളിക്കുക. കാണുന്ന സാക്ഷി, നല്ല കണ്ണുകൊണ്ട് കണ്ടവൻ, അല്ലെ? അപ്പൊ എല്ലാത്തിനും സാക്ഷിയാകേണ്ടി വന്ന ഒരാളുടെ കഥയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കഥയാണ് സാക്ഷി എന്ന് പറയുന്നത്. അവിടെ ഒരു ഓഫീസിൽ തന്റെ വിവാഹത്തിന്റെ എക്സ്ട്രാക്ട് കോപ്പിക്ക് വേണ്ടി ദിവസങ്ങളോളം ചെലവഴിക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ അവിടുത്തെ മേലുദ്യോഗസ്ഥൻ അവരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. എന്താണ്? തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി, തന്നെ ഒഴിവാക്കാൻ വേണ്ടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നു മാട്രിമോണിയൽ കോടതിയിൽ. ആ കോടതിയിൽ അവർ വാദിച്ചിരിക്കുന്നത് ഇവർ തങ്ങളുടെ ഭാര്യയെ അല്ല, ഉമ എന്ന് പറയുന്നത് ഭാര്യയെ അല്ല എന്ന് വാദിക്കുകയാണ്. ആ വാദം പൊളിക്കാൻ ഈ ഉമ വിവാഹിതയാണെന്നും അവരാണ് ഇവരുടെ ഭർത്താവെന്നും തെളിയിക്കാനുള്ള ഏക മാർഗം അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്ത ഓഫീസിൽ വന്നുകൊണ്ട് ആ രജിസ്റ്റർ ചെയ്തതിന്റെ എക്സ്ട്രാക്ട് കോപ്പി നേടി പോവുക എന്നുള്ളതാണ്. 31-ാം തീയതിയാണ് കേസിന്റെ അവസാനത്തെ വിധി. ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ആ ഓഫീസ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള മേലുദ്യോഗസ്ഥൻ അവിടെയുള്ള രവീന്ദ്രനാഥ് എന്ന് പറയുന്ന സെക്ഷണൽ ക്ലർക്കിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. പക്ഷേ സെക്ഷണൽ ക്ലർക്ക് അവർക്ക് വേണ്ട രീതിയിൽ ഉപകാരം ചെയ്തില്ല. അവകാശപ്പെട്ട കാൽപ്പായ പേപ്പറിന് വേണ്ടി ഒരു ജീവിതം കരിയില പോലെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലേ? ഇവിടെ ഉമ എന്ന കഥാപാത്രത്തെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇവർ കല്യാണം കഴിച്ച ഭർത്താവിന്റെ പേരെന്താണ്? പരമേശ്വരനാണ്. ഉമയും പരമേശ്വരനും ആരാണ്? ശിവപാർവതിമാരുടെ പേരുകളാണ്. അപ്പോൾ അങ്ങനെ ഇണക്കത്തോടു കൂടി വന്ന 2 ദമ്പതികളാണ് ജീവിതത്തിന്റെ എല്ലാ ചരടുകളും പൊട്ടിപ്പോയി ഡിവോഴ്സിലേക്ക്, വിവാഹമോചനത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ ആ വിവാഹമോചനത്തില് ഉമ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാ കാരണം? രവീന്ദ്രനാഥ് എന്ന് പറയുന്ന സെക്ഷണൽ ക്ലർക്ക് ഈ ഉമ എന്ന് പറയുന്നവരുടെ ഭർത്താവിൽ നിന്നും കൈക്കൂലി വാങ്ങി ആ രജിസ്റ്ററിൽ 2 പേജ് പറിച്ചു കളഞ്ഞു. ഇവരുടെ വിവാഹം നടന്നു എന്ന് രജിസ്റ്റർ ചെയ്ത പേജ് പറിച്ചു കളയുന്നു. അവസാനം ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് 2-3 ദിവസം മുൻപ് മാത്രം അതിനെക്കുറിച്ച് ആ മേലുദ്യോഗസ്ഥന്റെ ആജ്ഞ പ്രകാരം ആ ഓഫീസിലുള്ളവരെല്ലാം ഇളകി മറിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രജിസ്റ്റർ എടുക്കുന്നുവെങ്കിലും അതിൽ 2 പേജ് മിസ്സായിരിക്കുന്നു. ആ പേജ് മിസ്സായത് ആരുടേതാണ്? ഈ ഉമ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. തളയ്ക്കപ്പെട്ട മൃഗത്തിന്റെ വന്യമായ നോട്ടത്തോടു കൂടി നിൽക്കുന്ന നിസ്സഹായയായ ഉമ, അല്ലെ? അന്ന് വന്ന് ചിരിക്കുടുക്കുകയായിരുന്നു ഉമ. ഇന്നത്തെ അവസ്ഥ എന്താ ഉമയുടെ അവസ്ഥ? ഒരു സിറിഞ്ച് കൊണ്ട് വലിച്ചെടുത്താൽ എന്ന പോലെ അവർ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ആ ചിരിക്കുടുക്കയും ആ കളിച്ചിരിയെല്ലാം അവരെ വിട്ടുപോയിരിക്കുന്നു.
അപ്പോൾ ഒരു സ്ത്രീ ജീവിതത്തിന്റെ വഴിയിൽ എങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നെന്നോ, ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു സമൂഹം ഇന്നും നമുക്കിടയിലുണ്ട് എന്നതിന്റെ തെളിവാണ് ശ്രീരാമന്റെ സാക്ഷി എന്ന് പറയുന്ന കഥ. അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാലും നമ്മൾ അനുഭവിക്കുന്ന ഒന്നായതാ. പണമില്ലെങ്കിൽ, കൈക്കൂലി കൊടുക്കാനൊന്നുമില്ലാത്തവനാ അവകാശപ്പെട്ടത് പോലും നിഷേധിക്കപ്പെടുന്നു. കൈക്കൂലി കൊടുത്താലോ ആ അവകാശം ഇല്ല, അല്ലെങ്കിൽ ഒരു അവകാശവും ഇല്ലാത്തത് പോലും നേടിയെടുക്കാൻ ഒരു പറ്റം ആളുകൾ തയ്യാറായി നിൽക്കുന്നു. ഇങ്ങനെ പണം പറയുമ്പോൾ കേവലം കടലാസായിരിക്കുന്ന ആ പണം ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ പണമില്ലാത്തവന്റെ ജീവിതം എന്താണ്, അവന്റെ അവകാശങ്ങൾ എവിടെയാണ്, അവന്റെ നീതി എവിടെയാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എടുത്തിടുന്ന പാഠമാണ് സാക്ഷി എന്ന് പറയുന്നത്. അപ്പൊ പാരിന്റെ നന്മയ്ക്കായി എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ്. അല്ലേ? ഇനിയോ നമുക്കറിയാം, ഇനിയുള്ളത് രണ്ട് ടാക്സിക്കാർ എന്ന് പറയുന്ന കഥയാണ്. അതും നമുക്കറിയാം കഥയല്ല, അതൊരു ആത്മകഥാ രൂപത്തിലുള്ള സാഹിത്യമാണെന്ന് നമുക്കറിയാം. രണ്ടു ടാക്സിക്കാർ. നിത്യ ചൈതന്യ യതി. ആ നിത്യ ചൈതന്യ യതിയെ ജീവിതത്തിൽ സ്വാധീനിച്ച രണ്ട് ടാക്സി ഡ്രൈവർമാരുടെ കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏത് രണ്ട് ടാക്സിക്കാർ എന്ന് പറയുന്ന കഥ. അത് 1957, 58 കാലഘട്ടങ്ങളിലാണ് ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ആ കാലഘട്ടത്തിലെ പണത്തിൻ്റെയും മറ്റും മൂല്യവും ഇപ്പോഴുള്ള പണത്തിൻ്റെ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. അപ്പോഴേ ഇത് എത്രമാത്രം വലുതാണ് ഇവിടെ പറയുന്ന സംഖ്യകളൊക്കെ എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ ബോംബെയിൽ നിത്യ ചൈതന്യ യതി 1957, 58 കാലഘട്ടങ്ങളിൽ ബോംബെയിൽ കണ്ണു കാണാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ജോലിയിലായിരുന്നു ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അവർക്ക് കേൾവിയിലൂടെ കേൾക്കുന്ന തിയേറ്ററുകളിൽ പോയി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുക, അവർക്ക് വായിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് അതിൻ്റെ ആശയത്തെ ഗ്രഹിക്കാനുള്ള അവസരം കൊടുക്കുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ സമയത്താണ് ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസിൽ PhD-ക്കായി അദ്ദേഹം ഗവേഷണ പഠനവും നടത്തുന്നത്. അപ്പൊ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു, വലിപ്പ ചെറുപ്പമില്ലാത്ത സുഹൃത്തുക്കൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദാമോദർ ഗാവുങ്കൽ എന്നാണ് ദാമോദർ ഗാവുങ്കൽ എന്ന് പറയുന്ന ഒരു മില്ലുടമയും ഇദ്ദേഹവുമാണ് ഒരു ദിവസം എന്ത് ചെയ്തതാ കോളേജിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായത്. അത് ദാമോദറിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മില്ലുടമ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പണമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ദാദറിലേക്കോ മറ്റോ പോകുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അന്ന് നമുക്ക് അത് ഒരു ദിവസം ചെമ്പൂരിലേക്കുള്ള യാത്ര, ആ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുമ്പോഴാണ് ദാമോദർ പറഞ്ഞത് നമുക്ക് ഇന്നൊരു ടാക്സി വിളിച്ചു പോവാം. അങ്ങനെ ടാക്സി വിളിച്ചു പോകുന്ന സമയത്ത് ടാക്സിയിൽ കയറിയിരിക്കുന്നു ഏതോ ഒരു സിംഗാണ് ഡ്രൈവർ എന്ന് മാത്രം അറിയാം. അങ്ങനെ കാറ് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ജർമ്മൻ തത്വചിന്തകനായ ഫിലോസഫറായ ഇമ്മാനുവൽ കാന്റിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ നൈതിക സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. ആ തിയറി ഇങ്ങനെയാണ്: ഒരാൾ ഒരു പ്രവൃത്തി ഇറങ്ങിത്തിരിച്ച് അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ അയാൾ ദൈവത്തിന്റെ കണ്ണിൽ സമ്മാനീയനാണ്. അതാണ് ആ തിയറി. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉദാഹരണം പറയാം എൻ്റെ കുട്ടികളോട്. നമ്മൾ ഈ എക്സാമിനറിലെ എന്താ പറയുക ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെല്ലാം കൂടിയിട്ട് ഒരു തീരുമാനമെടുക്കുന്നു. നമ്മൾ ഓൺലൈനിലൂടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അതത് പ്രദേശത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന പ്രദേശത്തുള്ള അനാഥരായ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കണം ഒരു ദിവസം എന്ന് നമ്മളെല്ലാം കൂടി ഓൺലൈനിൽ തീരുമാനിച്ചു. എന്നാൽ അതത് പ്രദേശങ്ങളിലെ ആളുകൾക്ക് ആ സമയത്ത്
ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക, എങ്കിൽ കൂടിയും ഭക്ഷണം കൊടുക്കുക എന്ന നമ്മുടെ ചിന്ത നല്ലതായതുകൊണ്ട് അത് ദൈവത്തിന്റെ മുന്നിൽ സമ്മാനത്തിന് അർഹനാണ്. അതാണ് ശരിക്കും ഇമ്മാനുവൽ കാന്റീൻ പറഞ്ഞത്. എന്നാൽ അത് ഇമ്മാനുവൽ കാന്റീൻ പറഞ്ഞതുപോലെ അതേ വാക്കുകൾ എടുത്ത് പറയാൻ ആർക്ക് കിട്ടിയില്ല? ചൈതന്യക്ക് കിട്ടിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ടാക്സി ഡ്രൈവർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാ എന്ത് പറയാണ്, ഇമ്മാനുവൽ കാന്റിന്റെ ആ സിദ്ധാന്തം വള്ളിപ്പുള്ളി തെറ്റാതെ അതേ രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം ആകെ വണ്ടറടിച്ചു പോയി. കാരണം എന്താ, ബോംബെ നഗരത്തിൽ ടാക്സി ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവർ പ്രശസ്ത ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്റിന്റെ നൈതിക സിദ്ധാന്തം എങ്ങനെ പഠിച്ചു, അതറിയാൻ ഇദ്ദേഹത്തിന് ആകാംക്ഷ. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ടാക്സി ഒരു സൈഡിൽ നിർത്താൻ പറയുകയും നിത്യചൈതന്യ യതി കൂടി ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരാണ് കർത്താർ സിംഗ്. ആ ടാക്സി ഡ്രൈവറുടെ പേരാണ് കർത്താർ സിംഗ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താർ സിംഗ് തന്റെ ജീവിത കഥ പറയുകയാണ്. എന്താണ്, അദ്ദേഹം MA ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ലാഹോറിൽ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തുണ്ടായതാ, വിഭജനം ഉണ്ടായപ്പോൾ അതൊരു വംശീയ കലാപമായി മാറുകയും ആ കലാപത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ അച്ഛനും സഹോദരനും കൊല്ലപ്പെടുകയും അമ്മയും താനും മാത്രം രക്ഷപ്പെടുകയും അവർ ജീവരക്ഷാർത്ഥം ബോംബെയിലേക്ക് ഓടിപ്പോരുകയും ചെയ്തു. പോരുന്ന സമയത്ത് ഒന്നുമില്ല കയ്യില. അങ്ങനെ എങ്ങനെയോ ഒരു ടാക്സി ഡ്രൈവറായി. പിന്നീട് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ വിൽ പവർ കൊണ്ട് അദ്ദേഹം 3-4 ടാക്സികൾ വാങ്ങുന്നു, ഒരു ഫ്ലാറ്റ് എടുക്കുന്നു. അങ്ങനെ ജീവിതം സുഖകരമായി പോകുന്നു. അങ്ങനെ അന്ന് അവർ പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴാണ് നിത്യചൈതന്യയതി തൻ്റെ മേൽവിലാസം കർത്താർ സിംഗിന് കൊടുത്തിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ് പിരിഞ്ഞു പോരുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്താണ്, അദ്ദേഹത്തിന്റെ ഷോൾഡർ ബാഗ് ആ വണ്ടിയിൽ വെച്ച് മറന്നുപോയിരുന്നു. എന്നാൽ ഹൃദയ വിശാലനായ അല്ലെങ്കിൽ ഹൃദയശുദ്ധനായ ആ ടാക്സി ഡ്രൈവർ അഡ്രസ് കണ്ടുപിടിച്ചുകൊണ്ട് എവിടേക്ക് എത്തുന്നു നിത്യചൈതന്യയുടെ വീട്ടിലെത്തുകയും പേഴ്സ് കൊടുക്കുകയും അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കർത്താർ സിംഗ് ജീവിതത്തിൽ വിവാഹം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാത്തത് എന്നതിന് കർത്താർ സിംഗ് പറയുന്ന മറുപടിയാണ് നമ്മുടെ ആ കഥാപാത്രത്തെ മികവുറ്റതാക്കുന്നത്. കാരണം തിരിച്ചു പോരുന്ന സമയത്ത് ജീവിക്കാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. അമ്മയുണ്ടല്ലോ എന്ന ചിന്തയാണ് ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന സ്നേഹം മറ്റൊരാൾക്കും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈശ്വരനുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കാറേ ഉള്ളൂ അല്ലേ? ആരെങ്കിലും ഈശ്വരന് മുന്നിൽ കണ്ടിട്ടുണ്ടോ? യെസ്, ഐ ആം യുവർ ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിലാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളായി പോകുന്നത്. എന്നാൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് നേടിത്തരുന്ന 2 കൺകണ്ട ദൈവമുണ്ട് നമ്മുടെ വീട്ടിൽ. അച്ഛനും അമ്മയുമാണ്. നമ്മൾ തിരിച്ചറിയായിട്ടാ നമ്മൾ ദൈവത്തിന് മുമ്പിൽ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ നമുക്ക് നേടിത്തരുന്ന 2 വ്യക്തികളാണ് അവരെയാണ് ശരിക്കും പൂജിക്കേണ്ടത്. അവരെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിത്യവും കുമ്പിട്ട് തൊഴേണ്ടത്. അതുകൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ ഈശ്വരയായി കാണുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയെ സ്നേഹിച്ചും ആ അമ്മയ്ക്ക് കരുതൽ നൽകിക്കൊണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വെരി സെന്റിമെന്റലായിട്ടാണ് കർത്താർ സിംഗ് പറഞ്ഞതെങ്കിലും അത് വലിയൊരു തത്വമാണ്. കാരണം അമ്മ എന്ന 2 വാക്ക് വെറും 2 വാക്കല്ല, 2 അക്ഷരങ്ങളല്ല. അതിൽ മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ് എന്താ, അമ്മ എന്ന് പറയുന്നത് അല്ലേ? ഒരു സ്ത്രീയുടെ നമുക്കറിയാം ഹൃദയത്തിനൊക്കെ 4 അറയുണ്ടെന്ന് പറഞ്ഞോണം. സ്ത്രീ ഹൃദയത്തിലുള്ള 4 അറയും 4 മഹത്തരമായ ഭാവങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. എന്താവട്ടെ, അപ്പോൾ അതാണ് കർത്താർ സിംഗ് എന്ന് പറയുന്ന സുന്ദര പുരുഷന്റെ ചിന്ത. അതാണ് കർത്താർ സിംഗിന്റെ കഥാപാത്രം ചോദിച്ചാൽ മക്കൾ എഴുതേണ്ടതാ. ഇനി മറ്റൊരു ടാക്സിക്കാരനെ പരിചയപ്പെട്ട കഥ പറയുകയാണ്. ഇദ്ദേഹം കൊൽക്കത്തയിൽ നിന്നോ അല്ലേ, നമുക്കറിയാം ഇദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് കൊൽക്കത്തയിൽ
കൊൽക്കത്തയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരിക്കലും തൻ്റെ എന്താണ് ഒരു യാത്ര 10 ദിവസം നിൽക്കുന്ന ഒരു ക്യാമ്പിന് വേണ്ടി പോകുന്ന സമയം. ആ സമയത്താണ് എന്ത് സംഭവിച്ചത്? ഒരു ട്രെയിനിൽ 10 ദിവസത്തെ യാത്രയ്ക്ക് പോവാം, വിലപിടിപ്പുള്ള പുസ്തകങ്ങള്, തുണിത്തരങ്ങള്, അതോടൊപ്പം പോകുന്ന സമയത്ത് തൻ്റെ സുഹൃത്തുക്കൾ തനിക്ക് നൽകിയ 1000 രൂപ, 100ന്റെ 10 നോട്ട്, അതടങ്ങുന്ന ഒരു ഷോൾഡർ ബാഗ്, ഇതെല്ലാമായിട്ടാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അങ്ങനെ യാത്ര പോയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്നറിയോ? വണ്ടി യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഊണ് കൊണ്ടുവരാൻ വെയിറ്റർ വന്നു. ഊണ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്ഥലത്തെത്തുന്നതിന് മുമ്പ് നിങ്ങളെ പണം 4 രൂപയാണ് ഊണിൻ്റെ വില. അന്നത്തേതാണ്. അത് കഴിച്ചിട്ട് പാത്രം തിരിച്ചു കൊടുക്കണം, പണം ചില്ലറയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇട സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തിയ സമയത്ത് മറ്റെല്ലാ സാധനവും അവിടെ വെച്ച് ആ 1000 രൂപയിൽ നിന്ന് ഒരു 100 രൂപ മാത്രം എടുത്ത് ബാക്കി 900 രൂപയും അവിടെ വണ്ടിയിൽ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു പുസ്തകം വാങ്ങി ബാക്കി കിട്ടിയ ചില്ലറയുമായി വെയിറ്റർക്ക്, ചോറ് കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി ചില്ലറയാക്കി തിരിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്താ? താൻ കയറിയ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോയിരിക്കുന്നു, തൻ്റെ സർവസ്വവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത, എന്ന സത്യം അയാൾ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ കണ്ട ഒരു ടാക്സി ഡ്രൈവറെയും കൊണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നത്. അവിടെ വെച്ച് ആ വണ്ടിയെ പിടിക്കുക. എന്നാൽ ആ ടാക്സി ഡ്രൈവർ വിനയാന്വിതനായി വിനയത്തോടെ പറയുന്നു, അല്ലയോ മഹാത്മൻ, നമുക്കൊരിക്കലും ആ ട്രെയിനിനെ പിടിക്കാനാവില്ല. കാരണം എന്താണ്? ആ ട്രെയിൻ 70 മൈൽ വേഗതയിൽ പോകുന്നതാണ്. നമ്മുടെ ടാക്സിക്ക് 50 മൈൽ വേഗതയേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം അടുത്ത സ്റ്റേഷനിലെത്തുന്നു. സ്റ്റേഷൻ മാസ്റ്ററോട് തൻ്റെ വേദനകളെല്ലാം പറയുന്നു. സ്റ്റേഷൻ മാസ്റ്റർ മറ്റൊരു അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അവിടെ നിന്നും ഒരു റിപ്പോർട്ട് കിട്ടുന്നു. എന്താണ് റിപ്പോർട്ട്? മടങ്ങി വരുന്ന ഒരു ട്രെയിനിൽ മുഴുവൻ സാധനങ്ങളും കയറ്റി അയച്ച് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 2 മണിക്കൂർ കാത്തിരുന്നാൽ മതി. അങ്ങനെ 2 മണിക്കൂർ കാത്തിരുന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ടാക്സി ഡ്രൈവർ എങ്ങനെ പറഞ്ഞു വിടും? അല്ലേ, പൈസയില്ല. കാരണം പൈസ എല്ലാത്തിനല്ലേ ഉള്ളതാ. അപ്പോൾ ഉള്ള ചില്ലറ കൊടുത്തിട്ട് ബാക്കി പിന്നെ പറയാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ടാക്സി ഡ്രൈവർ പറഞ്ഞത്, മഹാത്മാജി, എന്നെ അങ്ങൊരു ചെറുമകനായി കണ്ടാൽ മതി. അങ്ങയുടെ ട്രെയിൻ വന്ന് അതിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് നിങ്ങൾ സുരക്ഷിതനായിട്ട് ഞാൻ പോകുന്നുള്ളൂ. നോക്കൂ നിങ്ങൾ ടാക്സി ഡ്രൈവറുടെ ആ ഒരു ക്വാളിറ്റി. അങ്ങനെ എന്തിനാ ചായക്കടയിൽ പോയി അവർ ചായ കുടിച്ച് വരുമ്പോൾ ട്രെയിൻ വരുന്നു, സാധനങ്ങളെല്ലാം സുരക്ഷിതമായി കിട്ടുന്നു. മറ്റൊരു വണ്ടിയിൽ ഏതോ മന്ത്രിക്ക് പോകാൻ ബുക്ക് ചെയ്തിരുന്ന VIP സീറ്റ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അങ്ങനെ അവർ യാത്ര പോകുന്നു. ആ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷോൾ ബാഗിൽ നിന്ന് 500 രൂപ എടുത്ത് ആ ടാക്സിക്കാരന് കൊടുത്തപ്പോൾ അദ്ദേഹം 300 രൂപയോ മറ്റോ എടുത്ത് ബാക്കി അവിടെ തന്നെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരവും ചെയ്തുകൊണ്ടാണ് ആ ടാക്സി ഡ്രൈവർ പോയത്. അതിനെയാണ്, ആ ടാക്സി ഡ്രൈവറുടെ പേരാണ് രാം ഗോപാൽ മിശ്ര. മക്കൾ ഓർത്ത് വെക്കണേ, രാം ഗോപാൽ മിശ്ര. ഇതാണ് ഈ യൂണിറ്റ് നമുക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം. അപ്പോൾ എല്ലാവർക്കും യൂണിറ്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത ഒരു യൂണിറ്റുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വാസത്തിൽ നിർത്തട്ടെ. ഏവർക്കും നമസ്കാരം.